അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ക്ലബ് സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും പിന്നെ ഡിന്നറായിട്ടും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇത് ഈസിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എല്ലില്ലാതെ ചിക്കൻ എടുത്തിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് വേവിച്ച് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കുരുമുളകും ആദ്യം ചേർത്ത് കൊടുത്തുകൊണ്ട് ചേർക്കുന്നില്ല. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ചില്ലി സോസും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽട്ടായിട്ടുണ്ട്. ഇതിൽ ഞാൻ ബ്രെഡ് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ട പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ അതേ ഫ്രൈ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ബട്ടർ മാത്രമാകുമ്പോൾ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിന് ഞാൻ 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. തീ ഒന്ന് ചെറുതായി കൊടുക്കുക. അതിൻ്റെ മുട്ടൻ്റെ മഞ്ഞ മെല്ലെ പൊട്ടിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മുട്ടയായിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഞാൻ ഇവിടെ 3 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിന് അരിവൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിവൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. ഇനി ബ്രെഡിലേക്ക് സോസ് പരട്ടി കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു കാബേജ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരു ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ മയോണൈസ് വരട്ടി കൊടുക്കാം. ഒരു തക്കാളി വെച്ച് കൊടുക്കുക. ഒരു പീസ് കക്കിരിയും കൂടി വെച്ച് കൊടുക്കാം. തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ മുട്ട വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ബ്രെഡ് പീസും കൂടി വെച്ച് കൊടുക്കുക. ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് റെഡിയായി. ഇത് കട്ട് ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.